ഹായ്, ഒരു പേഴ്സണൽ കാര്യമാണ്. ഈ ആര് എന്ത് ഏതെന്നൊന്നും ചോദിക്കരുത്. ഞാനൊരു ജസ്റ്റ് ഒരു മറുപടി ഇടാന്ന് വെച്ചു. വാസ്തവത്തിൽ എന്താ നടക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് ആക്രമിക്കപ്പെടുകയാണ് ചുറ്റും നിന്നത്. ഇതിന്റെ മേളിലുള്ള ആക്രമണമൊക്കെ നമ്മൾ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു വിഷയമായിട്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോരുത്തർക്കും ഓരോ അജണ്ടകൾ ഉണ്ടാകും. അവരവരുടെ കള്ളങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ മോശപ്പെടുത്തുന്ന രീതി ഉണ്ടാവും. സോ ഓബ്വിയസ് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് വേണ്ടി സപ്പോർട്ടീവായി പലരും പോയി അവിടെ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടൊരു റിക്വസ്റ്റ് പറയാൻ വന്നതാണ്, ദയവ് ചെയ്ത് ചെയ്യരുത്. ഫസ്റ്റ് തിങ്, നിങ്ങൾ അവിടെ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവർ ഓൺ സൈഡഡ് ആണ്. ഈ കാണുന്ന എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും എന്തിനധികം നമ്മുടെ കോട്ടയം SP-യുടെ അയാളുടെ ഒഫീഷ്യൽ പേജിൽ പോലും അച്ചടിച്ച് വന്ന ഒരു കള്ളിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ വായിൽ നിന്ന് നല്ലത് വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഒരൊറ്റ കാര്യത്തിൽ അത് ആരുടെ കൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്ക് ഇവരെ ഇഷ്ടമാണ്, ഇവരെന്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്യും, അവരെ വളഞ്ഞു പിടിക്കും. ഈ എൻ്റെ ഒപ്പം വന്നിന്ന് ഈ സുഖിച്ച് വർത്താനം പറയുന്നവർ അവരുടെ അടുത്ത് എന്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ തിരിഞ്ഞ് പറയണതെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കൊപ്പം പോയി ചേരും, അത് സ്വാഭാവികമാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, സ്പെഷ്യലി ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവരടുത്താണ്. ഒരു പകുതി വരെ യുക്തിവാദികളുടെയും ഈ എക്സ് മുസ്ലിമിന്റെയും വലയിൽ ഞാൻ പെട്ട സമയത്ത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സുഖിച്ചിട്ടാണ് ഇവരൊക്കെ എൻ്റെ ഒപ്പം വന്ന് ചേർന്നത്. ക്രിസംഗികളാണ് ഇപ്പൊ എനിക്കെതിരെ നിൽക്കുന്നത്. ക്രിസംഗികൾ തീർച്ചയായിട്ടും എനിക്കെതിരെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ ഫ്രോഡുകളാണ് ഈ സംഘികളെക്കാൾ വലിയ ഫ്രോഡുകളാണ് ക്രിസംഗികളെന്ന് മനസ്സിലാക്കുക. അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഇസ്ലാം എന്ന് പറയുന്ന വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ കുഴപ്പക്കാരാണെന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ആ ഒരു കള്ളത്തരം ഒളിച്ചു കിടത്തുക. വ്യഭിചാരം, നാർക്കോട്ടിക് തുടങ്ങി ഈ മുസ്ലിം സമുദായത്തിനെതിരെ അവർ വെക്കുന്ന എല്ലാ കുറ്റച്ചാട്ടുകളും ഇവരുടെ തന്നെ കൈമുതൽ. നമ്മളിപ്പോൾ തെളിഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ 2 പേരെ പിടിച്ചു. എന്തിനാണ്? ഈ മതം മാറ്റൽ ഇതിനാണ്. അതിന്റെ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ കോതമംഗലത്ത് നടന്ന സംഭവത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം മറ്റതിന്റെ ചൂടുണ്ടല്ലോ, അതിങ്ങനെ കിടന്ന് വിഴയാണ്. അതിൽ RSSകാരെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിനെ ഒന്ന് മൈനസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ടെന്നും വരുത്തി തീർക്കണം. പക്ഷെ പറയണത് ഷോണിനെ പോലുള്ളവരാണ്. ഷോൺ ആരാണ്? സ്വന്തം ഭാര്യയെ പോലും മതം മാറ്റി കൊണ്ടുവച്ചിരിക്കുന്നവരാണ്. ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കൽസിതങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നമുക്കെതിരെ നിൽക്കുന്നതും. ഏറ്റവും വലിയ തട്ടിപ്പുകാരാണ് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേസുള്ള ഒരു സ്ത്രീ നിരന്തരമായി ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പല പ്രാവശ്യം ഇതിന് എക്സ്പ്ലനേഷൻ തന്നതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഞാനൊരു എക്സ്പ്ലനേഷൻ തരാത്തത്. പിന്നെ നിന്നുമുള്ളി നടന്നും, അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുമ്പ് നല്ല ഹെൽത്തി ആയിരുന്നു, നല്ല ഓടി നടന്നൊരു സ്ത്രീയാണ്. എനിക്കൊരു വയ്യായ്മ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും എനിക്ക് ആ വയ്യായ്മ ഉണ്ട് തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് നിന്ന് മുള്ളേണ്ടി വരും, കിടന്നു മുള്ളേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥകളാണ്. അതിനെയൊക്കെ കളിയാക്കുന്നവരുടെ മാനസിക നിലവാരം ഓർത്തു നോക്കുക. ഞാൻ അവരുടെയൊന്നും പിന്നെ ഇതിനെപ്പറ്റി പറയാൻ, അവരുടെ കഷ്ടപ്പാടിനെ പറ്റിയോ അവർ അവിടെ കിടക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലത്തിന്റെ ഇതായിട്ട് ഓരോരുത്തർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അഡ്രസ്സ് ഉള്ള ഒരാൾ എന്നെ എതിർത്താൽ ഞാൻ സമ്മതിച്ചു തന്നു. അതാണ് ഇപ്പോൾ കാമിത പോലും അഡ്രസ്സ് ഉണ്ട്. ഞാൻ അവളുടെ അഡ്രസ്സ് ഉള്ളത് കൊണ്ടാണ് അവൾ പറഞ്ഞത് ഞാൻ കേട്ടതും അവൾക്കെതിരെ ഞാൻ കൊടുത്തത്. ഇനി അവളുടെ അടുത്ത് ഒന്നും കൂടെ എന്നെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. ഞാൻ 69 ദിവസം ഗൾഫിൽ ജയിലിൽ കിടന്നു എന്നും ഞാൻ സ്പൈ ആണെന്നും ബംഗ്ലാദേശി സ്പൈ ആണെന്നും ഒന്നും കൂടെ പറയും. ബാക്കി കോടതി നോക്കിക്കോളും. കാരണം അഡ്രസ്സ് ഉള്ളവർക്കെതിരെ എനിക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മൗനമായി അഡ്രസ്സ് അന്വേഷിക്കുന്നത്. ഇതിപ്പം പോലീസ് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതോടുകൂടി നമ്മളുടെ ഈ ഒരു ലോ എല്ലാം മാറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയമില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഇന്ന ആളാണ്, അവർക്ക് ഇത്രയും ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും സാമുദായികമായിട്ടുള്ള സപ്പോർട്ടുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഇന്ന ആളെ പറ്റി പറയാൻ ഭയപ്പെടുന്ന ഒരു സ്ത്രീയല്ല. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അത് എൻ്റെ ആശയപരമായ പ്രശ്നം കൊണ്ട് വരുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അടിമയായി നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയും വേണ്ട, ഞാൻ ചെയ്യത്തില്ല. അപ്പം സ്വാഭാവികമായി എനിക്കുണ്ടാകുന്ന ശത്രുക്കളെല്ലാം കൂടെ കുറെ ഗുണ്ടാ ടീമുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ നോക്കുക, ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. എനിക്ക് കിട്ടിയ ഇപ്പൊ എന്നെ തെറി പറഞ്ഞുകൊണ്ട് കുറെ പേര് ഇപ്പൊ പുതിയ കുറെ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് ഞാൻ കാണിച്ചു തരുമെന്നല്ലാതെ ഞാൻ ഇതിനകത്ത് വെല്ലുവിളിയൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്ന താല്പര്യവുമില്ല. ഈ സ്ത്രീയുടെ കേസ്, ഇപ്പൊ ഈ കിഞ്ഞന്റെ കേസ്, എന്നെ പോലീസ് വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ ചെയ്യത്തില്ല. അത് ചെയ്യില്ല എന്ന് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വിഷയം എനിക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് വ്യക്തമായി? മുൻപ് അവരിട്ട വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്തിട്ട് കോൺസ്റ്റന്റ്ലി അവരിരുന്നുകൊണ്ട് എന്നെ പറയുകയാണെങ്കിൽ ആ വിഷയം ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് പോലീസിനോടുള്ള ചോദ്യമാണ്. ഞാൻ ഓൾറെഡി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതാണ് നടക്കുന്നത്. ഈ നടക്കുന്ന സംഗതിക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒരാളെ ഫിസിക്കൽ അസാൾട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്കുള്ള ഒരു വികലാംഗയായ ഒരു വ്യക്തിയെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്തടിസ്ഥാനത്തിലാണ്? വജൈന പവറാണോ? ആ വജൈനയ്ക്ക് വേണ്ടിയിട്ടാണോ? അത് നിങ്ങളുടെ ഉമ്മാക്കുമില്ലേ? നിങ്ങളുടെ തള്ളയ്ക്കുമില്ലേ? നിങ്ങളുടെ തള്ളയ്ക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ അവർ പറയുന്ന എല്ലാ വിളയച്ചത്തരവും അക്സെപ്റ്റ് ചെയ്യുമോ? ഇത് വൃത്തികെട്ട രീതിയിലുള്ള ഒരു കൂട്ടായ്മ നടത്തുന്ന വളരെ വൾഗറായിട്ടുള്ള ഒരു ഇതാണ് സൈബർ ബുള്ളിയിങ് ആണ്. ഇതാണ് സൈബർ ബുള്ളിങ്. ഇതിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് പൊതുസമൂഹത്തിൽ ഇതുപോലെ അവസ്ഥയിൽ വരുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അവരോട് പറയാനുള്ളത്, ലുക്ക് അറ്റ് മീ, ഹൗ ഐ ആം ഹാൻഡിലിങ് ദിസ്. ഇത് പട്ടികൾ ഇങ്ങനെയാണ് കുരച്ചുകൊണ്ടേയിരിക്കും. ഇവർ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴുതകളുടെ വാല്യൂ കൊടുക്കുന്നുള്ളൂ, പക്ഷെ കഴുതയ്ക്കുമുണ്ട് ഒരു മാന്യത എന്ന് പറയാം. അപ്പൊ കഴുതകളെ പോലെ കിടന്ന് ഈ വിളിച്ചാൽ നമ്മൾ അതിനകത്ത് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? നമ്മൾ അവരെക്കാൾ താഴണം, അവരെക്കാൾ നിലവാര തകർച്ചയിലേക്ക് പോകണം. ആ നിലവാര തകർച്ചയാണ് അവരാഗ്രഹിക്കുന്നത്. ആക്ച്വലി എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നവർ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. അഫ്കോഴ്സ് ഈ വിഭാഗം വന്നിരുന്ന് കാണും, അതില്ലെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഗവൺമെൻറ് സെക്ടറിലുള്ള ഉയർന്ന അധികാരികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ചാനലാണ് എൻ്റെത്. ഞാൻ അവരുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഈ മ്ലേച്ഛികൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്ക് ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, ഒരുപാട് പ്രോബ്ലംസിൽ ഇടപെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഞാൻ ഇതിലുമായിട്ട് ഒരു ഓഫീസിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ ആദ്യം കയറി വരുന്നത് ഇതുപോലുള്ള വൾഗർ ടീമുകൾക്ക് കൊടുത്ത മറുപടിയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു അക്സെപ്റ്റൻസ് കുറയും. നോർമലി ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അവനവൻ്റെ QR കോഡ് ഇട്ട് പിച്ച എടുത്തവളാണ് വന്നിരുന്നിട്ട് ഞാൻ പൈസ വാങ്ങിയ കാര്യം പറയുന്നത്. ഓക്കെ, വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫേക്ക് വിസ പബ്ലിഷ് ചെയ്ത് അതിൽ കൂടെ പണം സംഘടിപ്പിച്ചവളാണ് അടുത്ത കേസ് പറയുന്നത്. തുണി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോഴും നിർബാധ ആളുകളെ പറ്റിക്കുന്നവളാണ് ഇത് കഥ എന്ന് പറയുന്നത്. ഇത് വിശ്വസിച്ച് എൻ്റെ അടുത്ത് ആരും വന്ന് ചോദിക്കാറില്ല, ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ പറയണേന്ന്. പൊട്ടക്കണ്ണം തന്നു, പൊടിച്ച കണ്ണം തന്നു, കണ്ണില്ലാത്തവൻ തന്നു, കണ്ണുള്ളവൻ തന്നു. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി തെറിക്കും. ഈ പോകർത്തരം പറയുന്നതിന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ ജോലി തെറിക്കും. അപ്പോൾ ഒരാളുടെ അന്ധത, അയാളുടെ ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മൈനസ് ആയിട്ട് മിണ്ടാതിരി മൗനമായിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒരു സിമ്പതി ഉണ്ട്. ഞാൻ മനുഷ്യത്വമുള്ളവളാണ്. ആ മനുഷ്യത്വമാണ് ഞാൻ കാണിക്കുന്നത്, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ഈ ലെവലിലേക്ക് എത്തുമ്പോൾ ആ മനുഷ്യത്വം ഞാനങ്ങ് വിടും. അപ്പം ഞാൻ ആക്ഷൻ എടുക്കും. അത് ഒരു വാണിംഗ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീക്ക് മറുപടി കൊടുക്കുന്നില്ലേ, ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് 18ഓളം കേസുകൾ കൊടുത്ത് ആളുകളെ പെടുത്തിയ സ്ത്രീയാണ്. അതിൽ ഒരാളായി എൻ്റെ മകനെ അവൾ ചാൻസ് തോക്കുകയാണ്. ഇത് തന്നെയാണ് അവൾ 18 ആൾക്കാർക്കെതിരെയും ചെയ്തത്. ഒരാളെ പോലും ഇപ്പൊ അവൾ കേസ് കൊടുത്താൽ അയാളെ പണിഷ് ചെയ്യണം അല്ലേ? ഇവൾ കൊടുത്ത കേസിലെ ഒരു വ്യക്തി പോലും പണിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പിടിക്കുകയോ അല്ലെങ്കിൽ മോശമായി പറയുകയോ സച്ച് ഇൻ കേസ് മോശമായ വീഡിയോസ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പണിഷ് ചെയ്യത്തില്ലേ? ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഒരാള് ഒരു ബാഡ് മെസ്സേജ് അയച്ചു. ആ ബാഡ് മെസ്സേജിന് ഞാൻ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തു. ഞാൻ ആദ്യം കൊടുത്ത കേസ് അതാണ്. പെറ്റീഷൻ കൊടുത്തു. അയാൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞു. വക്കീലിന്റെ മുമ്പിൽ വന്ന് അയാൾ കാലി വീഴാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അതിന് സോറി പറഞ്ഞു. ജീവിതമാണ്, ജീവിക്കാൻ അനുവദിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ അയാൾക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെ ഒരു ഇത് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്നത് ഓക്കെ. ഇത് അങ്ങനെയല്ല. ഈ സ്ത്രീ കൊടുത്ത കേസുകളിലെല്ലാം തന്നെ കോടതിയുടെ വിലയിരുത്തൽ ഇത് ഫേക്ക് കേസാണെന്നാണ്. എൻ്റെത് ഫേക്ക് കേസാണെന്ന് ഇന്ന് വരെ ഒരു കോടതിയും ഒരു കേസ് ഞാൻ കൊടുത്തതിനെ ഫേക്ക് കേസ് എന്ന് പറഞ്ഞ് തള്ളിപ്പോയിട്ടില്ല. അവിടെ നിൽപ്പുണ്ട് ഞാൻ കൊടുത്തുന്ന കേസുകൾ, ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ നടത്തി കിട്ടാറുണ്ട്. ഈ പറയുന്ന പത്തനംതിട്ട കേസ്, അവരുടെ ആ സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ കൃത്യമായ തെളിവ് വെച്ച് ആളെ കൊണ്ട് ഞാൻ അത് ചെയ്തു. അവിടുന്ന് അത്യാവശ്യം 6 മന്തിലേക്കാണെങ്കിലും ഞാൻ അത് അവരെ ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെയുള്ള അമ്മമാരാണ്. ആ അമ്മമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അമ്മമാർക്കും കൂടിയാണ്. മറ്റത് കുഞ്ഞുങ്ങളാണ്, അവർക്ക് നാവില്ല. അവർ പറഞ്ഞാലും ആരും കേൾക്കാനുണ്ടാവില്ല. അവരുടെ നാവായി ഞാൻ നിന്നു, അത് ഞാൻ ക്ലോസ് ചെയ്ത് തന്നു.
അടുത്ത് വന്നത് ഗോപിക കൊച്ചാണ്. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവരെ കാണിക്കാൻ പോലും തയ്യാറാകാത്തടുത്ത് ആ കുട്ടികളെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു കൊടുത്തെടുത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു. അപ്പോൾ ഈ ഗോപികയുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഞാൻ ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ പറയുന്ന 3rd ക്ലാസ് ഡേർട്ടി പീപ്പിളിന് മറുപടി കൊടുത്ത് സാധനം എടുത്തവർ എന്നെ കാണിച്ചാൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ ആലോചിച്ച് നോക്കൂ. ദിസ് ഈസ് ദ റീസൺ ഐ ആം സൈലന്റ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ മറുപടി ഉണ്ട്. ഇവളൊക്കെ പറയുന്നതിന്റെ 10 മടങ്ങ് തിരിച്ചു പറയാൻ എന്നെ കൊണ്ട് പറ്റും. രണ്ടാമത്, എൻ്റെ സുഹൃത്ത് വലയങ്ങളിലോ എൻ്റെ സർക്കിളിലുള്ള ഒരാളോ വന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഈ ഒരു ടോപ്പിക്, പ്രത്യേകിച്ച് ഷിത എന്ന് പറയുന്ന പിന്നെ പാലസ്തീനിൽ ഇസ്രായേലിൽ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കേസാണ്. ഷിതയ്ക്ക് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, വൺസ് ഞാൻ ഈ ഇസ്ലാമിനെതിരായിരുന്നു. ഇസ്ലാം വിഭാഗത്തിന്റെ ഈ ഒരു പിന്നെ കൊസറാക്കൊള്ളി സാധനങ്ങൾക്ക് ഞാൻ എതിരായിരുന്നു. ഞാൻ അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചവളായിരുന്നു. അതിനുശേഷം പണ്ഡിതന്മാർ ഇടപെട്ട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ മതം വിട്ടു എന്നല്ല പറയുന്നത്, എൻ്റെ ചില തെറ്റിദ്ധാരണകൾ അവർ മാറ്റി തന്നത്. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഭാഷ വളരെ ശക്തമാണ്. ശക്തമായ എൻ്റെ ഭാഷയെ കണ്ട് കേട്ട് സുഖിച്ച് മുസ്ലിങ്ങളെ ചെറി വിളിക്കുന്നത് കേട്ട് സുഖിച്ച് കൂടെ കൂടിയവളാണ് ഈ ഷിത. അതേപോലെ തന്നെയാണ് പ്രിൻസി എന്ന് പറയുന്ന ഈ പറയുന്ന ആസ്ട്രേലിയക്കാരി. ഇവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് എനിക്ക് വേണ്ടി വാദോരാതെ കമന്റുകൾ ഇട്ട് സോപ്പിട്ട് കൂടെ നിന്ന വ്യക്തികളാണ്. ഈ പറയുന്ന ജോണി എന്ന് പറയുന്നവനാണ് പവർ ടാക്സ്. ലുക്ക് അറ്റ് ദ നൈംസ്: ഷിത, ജോണി, പ്രിൻസി. ഹൗ കംസ്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്താണെന്ന്. ഇവരെനിക്ക് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എക്സ് മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഒരു ഈസി പരിപാടിയാണ്. ക്യാഷ് തരും. ഞാനിതല്ലേ പറഞ്ഞത്. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു? നമ്മളൊരു റിക്വസ്റ്റ് ഇട്ടാൽ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ അത് മനസ്സിന്റെ നന്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഒരു കേസിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കേസിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് തന്നിട്ടുണ്ട്, സന്തോഷം, വളരെ സന്തോഷം, ഇത് തന്നെ. പക്ഷേ ഇവരെടുത്ത് നമ്മളൊന്ന് റിക്വസ്റ്റ് പോലും ചെയ്യണ്ട, ഒരു റിക്വസ്റ്റ് പോലും ചെയ്യണ്ട, അവരിങ്ങോട്ട് പണം ഇഷ്ടം പോലെ ഇട്ട് തരും. ഇപ്പൊ അവർക്കത് തിരിച്ചു വേണം. എന്തിന് തിരിച്ചു വേണം? ഞാൻ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ആ റീസൺ. ആ ബ്ലഡി റീസൺ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. അതുകൊണ്ടാണ് അവിടെ കടന്ന് കോരം പ്രസംഗിക്കുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കും ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. മുള്ളിത്താത്ത എന്ന് പറയുന്ന ഈ സ്ത്രീ എത്ര മ്ലേച്ഛമായിട്ടാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് സംസാരിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. ഒരു പെൺകുട്ടിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീയെ അവഹേളിക്കുന്ന രീതി ആലോചിച്ച് നോക്ക്. ഇവളുടെ മനസ്സിലുള്ള വികാലാംഗത്വം എനിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ കാലുകൾക്കൊരു അംഗപരിമിതം ഉണ്ടെങ്കിൽ, അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ കാലുകൾക്കല്ലേ, അതിന്റെ മനസ്സിനെ ബാധിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഈ സ്ത്രീയുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ക്യാൻസർ അല്ലേ. മറ്റൊരു സ്ത്രീയുടെ മാതാവാകാൻ ആവാത്ത ആ ഒരു വിഷമത്തിനെ വീണ്ടും 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 ഇരുന്ന് തെറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവർക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഇത്രയധികം ആണുങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തിയ, ഇത്രയധികം ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് വെച്ച് വീട് കെട്ടിയ, എരന്ന് വീട് കെട്ടിയ ഒരുത്തി ഇരുന്നുകൊണ്ട് എന്നെ പറഞ്ഞാൽ ഞാൻ എന്താ പറയുക? പിന്നെ എൻ്റെ ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. ചാറ്റ് മുഴുവൻ കാണിക്കൂ. ചാറ്റ് മുഴുവൻ കാണിച്ചാലേ ഒരു രസമുള്ളൂ. അവിടുന്ന് ഇവിടുന്നും ഇസ്ലാമിക വിരുദ്ധത കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ട് ചേച്ചി കണ്ടോ, ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിരുന്ന ഷിതയെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഫോൺ കിട്ടുന്നുണ്ട്, അപ്പം ഞാൻ അതെല്ലാം കൊണ്ടൊന്ന് പബ്ലിഷ് ചെയ്ത് തരാം. അതുപോലെ അപ്പം നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഈ പറയുന്ന അഡ്രസ്സുകൾക്കാണ്. ഓൺസ് അഡ്രസ്സ് കിട്ടി കഴിയുമ്പോൾ പറയും, ഞാനത് കൃത്യമായിട്ട് കൊണ്ടുതരും. ഇനി ഇവർക്കൊക്കെ പണമാണ് ആവശ്യമെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ട് തെറി പറയുകയാണോ വേണ്ടത്? ഞാൻ അതാണ്, ഞാൻ ഇതാണ്. ഈ പറഞ്ഞവൾ എന്നെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ഇടുമ്പോൾ ഇവൾ അറിഞ്ഞില്ലേ ഞാൻ ഇതാണെന്ന്? ഈ സാധനം തന്നെയല്ലേ ഇവിടുത്തെ ഏറ്റുമാനൂരുടെ വെടിക്കെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് വെടിക്കെട്ടിനെതിരെ ഇവരൊക്കെ വീഡിയോ ചെയ്തല്ലോ, വെടിക്കെട്ടിന്റെ എഗൻസ്റ്റ് ആയിട്ട് കമന്റ്സ് ഇട്ടല്ലോ. അന്ന് കൊള്ളാമായിരുന്നു. വിഷയം ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ പറയുന്ന കാര്യം തലയിൽ തട്ടം വന്നു, ഇസ്ലാമിന് വേണ്ടി സപ്പോർട്ട് പറയുന്നു, ഇസ്ലാമികപരമായി ജീവിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നാവായി നിൽക്കുന്നു. ഈ ടെൻഷനാണ് ആ കാണുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അത് മനസ്സിലാക്കിയവർ തന്നെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നിങ്ങളുടെ ആരുടെയും പേരെടുത്തൊന്നും പറയാത്തതിൻ്റെ റീസൺ, ആരെ പേര് പറഞ്ഞാലും അവരുടെ വീടുകളിൽ പോവുകയും അവരുടെ ഡീറ്റെയിൽസ് കണ്ടെത്തുകയും എന്നിട്ട് അവരെ പറ്റി മോശമായ രീതിയിൽ എന്തെങ്കിലും, ഇപ്പം നമുക്ക് എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, എല്ലാവർക്കും ഒരു ബാഡ് ഹിസ്റ്ററിയും ഗുഡ് ഹിസ്റ്ററിയും ഉണ്ടാകും. ആ ബാഡ് ഹിസ്റ്ററി എടുക്കുക, അത് ഹൈലൈറ്റ് ചെയ്യുക, എന്നിട്ട് അത് വെച്ച് പറയുക. ഈ ഓർത്ത് നോക്കൂ, 70-75 വയസ്സുള്ള ഒരു ടീച്ചർ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. എൻ്റെ ടീച്ചറാണ് അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെത്രയോ കാലം കൊണ്ട് എന്നെ കാണുന്നത് കൊണ്ടല്ലേ, എന്നിലെ നന്മ മനസ്സിലാവുന്നത് കൊണ്ടല്ലേ.
അവരും ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീയാണ്. നല്ലപോലെ അത്യാവശ്യത്തിൽ കൂടുതൽ ആ മതത്തിനെ വിശ്വസിച്ച് അത്രയും ആഴ്ന്നിറങ്ങി നിൽക്കുന്ന, ഇൻഫാക്ട് അതിന് ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഒരു കുലസ്ത്രീ തന്നെയാണ്. എന്നിട്ട് പോലും അവർക്ക് ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ ഗ്രേറ്റ്നെസ് തന്നെയല്ലേ. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. പിന്നെ അവൾ പറഞ്ഞതിനകത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ കൊടുത്ത കേസിൽ ഹിയറിങ്ങിന് ഞാൻ പോയി പരാതി കൊടുത്ത ശേഷം ആ ലിങ്ക് അയാൾ പിന്നെ മൈനസ് ആക്കി, മീൻസ് അവരെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു അത്രേ. ആ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് പോകുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ ഇനി അടുത്തെന്താന്ന് വെച്ചാൽ മാനനഷ്ട കേസിന് പോകണം എന്നുള്ളതാണ് അടുത്ത പടി. ഇതുവരെ എൻ്റെ കേസ് വാദിച്ചത് ഗവൺമെന്റ് ആണ്. ഇനി ഞാൻ മാനനഷ്ടത്തിന് പോകുമ്പോൾ ഞാനൊരു വക്കീലിനെ അറേഞ്ച് ചെയ്യണം. എനിക്ക് അതിന് താല്പര്യമില്ല. എൻ്റെ കേസ് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കുക, എൻ്റെ മാനനഷ്ട കേസ് ഗവൺമെന്റ് തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒരു ചെറിയ ഇതിനകത്ത് പോലും എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്ന സ്ത്രീയാണ്. FIR ഇട്ടിട്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോലും ഇതുപോലെ വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റം കറപ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ സിസ്റ്റം കറക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് അവരെ കൊണ്ട് ഞാൻ പറയിച്ചു തരാം. അത് ഞാൻ കൃത്യമായി ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന സ്ത്രീയെ കാണുന്ന ആർക്കെങ്കിലും അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുതരിക. കാരണം ഒളിച്ചിരുന്നിട്ടുള്ള വർത്തമാനമാണ് അവർ പറയുന്നത്. ഈ സ്ത്രീ തൃശ്ശൂർ സ്വദേശിയാണെന്നാണ് ഞാൻ. അപ്പൊ തൃശ്ശൂർകാർക്ക് ആർക്കെങ്കിലും ഈ സ്ത്രീയെ പറ്റി അറിയാമെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് കൊണ്ടുതരിക. നിങ്ങൾക്കറിയാലോ അവിടെ ഇരുന്ന് വായ്ത്താളം പറയണം. അപ്പൊ അവരെ ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ, അവരുടെ വീട്ടുപേര് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കുന്നത് അവർക്ക് കാണാം. കാരണം നമ്മുടെ പേർക്ക് ഒരു FIR ഇല്ല, നമ്മുടെ പേർക്ക് ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നുമില്ലാത്തടുത്ത് നമ്മളെ പറ്റി ഇത്രയും മോശമായ കാര്യങ്ങൾ പടച്ചു വിടുമ്പോൾ അതിനെതിരെ എനിക്ക് പരാതിക്ക് പോകാം. നമ്മൾ ചെയ്ത ഒരു കാര്യം പറയുന്നതിൽ ഒരു തർക്കമൊന്നുമില്ല. പിന്നെ പണത്തിന്റെ കേസ്, നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ? ഇല്ല, ഇവർക്ക് പൈസ ഇട്ടിട്ടുണ്ട്. അതിന്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്. അതാണ് ഞാൻ ചാറ്റ് ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞത്. ഞാനത് കോടതിയിലും നിർദ്ദേശിക്കും, ചാറ്റ് ഹിസ്റ്ററി കാണിക്കാൻ പറയും. ആ ചാറ്റ് ഹിസ്റ്ററിക്കകത്തുണ്ടാകും ഇവരെന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരാം, പേയ്മെന്റ് തന്നിട്ടാണോ നിങ്ങളിത്? ഒരിക്കലുമല്ല. ഞാൻ അതിനകത്ത് പറയുന്നത് എൻ്റെ പ്രാരാബ്ദങ്ങളാണ്. ഞാൻ സിംഗിൾ പേരന്റ് ആണ്, തനിച്ച് നിന്ന് 2 കുട്ടികളെ വളർത്തുന്നതാണ്. എൻ്റെ മൂത്ത മകൻ ഗൾഫിൽ പഠിച്ചവനാണ്. ഇവിടുത്തെ സർട്ടിഫിക്കറ്റുമായിട്ട് അവന് ടാലി ആകാത്തത് കൊണ്ട് അവന് വിദേശത്തേക്ക് ജോലി കിട്ടുള്ളൂ. കാല് സ്വാധീനമില്ലാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയനെ വിട്ടിട്ട് ആ കുഞ്ഞ് ഇവിടുന്ന് പോകണമെന്നാണ് ഇവർ പറയുന്നത്. അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം അവൻ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്നുണ്ട്, നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്ത് ആരും എൻ്റെ കുഞ്ഞു പോയി ഇവരുടെ അടുത്തും എനിക്ക് 5 രൂപ തരുമോ 10 രൂപ തരുമോ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്, അത് ഞാൻ കൊടുക്കും. പക്ഷെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്? എൻ്റെ മക്കളെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമല്ലേ? ഒരമ്മയെ, പ്രത്യേകിച്ച് മക്കളെ അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ വേദനിപ്പിക്കാൻ മക്കളെ പറഞ്ഞാൽ മതി എന്നുള്ള ബോധമാണ്. ഈ പറയുന്ന ജസ്ന സലീം പറയുന്ന ഒരു കാര്യം, ജസ്ന അരുൺ പറയുന്ന ഒരു കാര്യം ഓർത്തു നോക്കൂ. കുട്ടി അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തെളിവ് കാണിക്കൂ. അവക്ക് ചാനൽ ഉണ്ടല്ലോ, തെളിവ് കാണിക്കേ. എൻ്റെ കുഞ്ഞ് നിനക്ക് അയച്ച മെസ്സേജിന്റെ ഒരു ട്രൂ കോപ്പി കാണിക്കൂ, ഒരെണ്ണം കാണിക്കൂ. സമ്മതിച്ചു, നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കാം. പോരെ? അതിൽ കൂടുതൽ എന്തുപടി? സലീമിനെ നമുക്ക് തട്ടാം, അരുണിനെ നമുക്ക് കശാപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കാം, നിനക്ക് എന്നെ അമ്മായിന്ന് വിളിക്കാം. പോരെ മരുമോളെ? അത് നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. എവിടെയോ കിടക്കുന്ന റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് കോര പ്രസംഗിച്ചാൽ അതിന് ഞാൻ മറുപടി കൊടുക്കണമെന്ന് പറയുന്നത് എത്ര ചീപ്പാണെന്ന് ആലോചിച്ചു. ഇപ്പൊ നിങ്ങളുടെ തരാൻ മറുപടി വെച്ചത് ഒരു കമന്റേ വന്നുള്ളൂ, ബട്ട് ദാറ്റ് കമന്റ് ഇൻഡിറ്റ്, ഞാൻ അതിന് മറുപടി തന്നു. ഇനി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ആരും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നാൽ എനിക്ക് മറുപടിയുണ്ട്. പിന്നെ 1K വ്യൂ 1.5K വ്യൂ ഉള്ള ചില വെറും തൊട്ടി ആണുങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട്. ചെവി നുള്ളിക്കൊള്ളുക, പേപ്പർ അങ്ങ് എത്തുമ്പോഴത്തേക്ക് മറുപടി പറയണം. ചെവിയിൽ നുള്ളി കാത്തിരുന്നുകൊള്ളാം. പേപ്പർ എത്തുന്നതിനോടും ആ പേപ്പറിന്റെ തൊട്ടു പിറകെ എൻ്റെ വണ്ടി നിന്റെ വീട്ടുമുറ്റത്തുണ്ടാവും. ഇതിനകത്ത് എന്ത് വന്നാലും ഷെഫീൻ അത് ഫേസും ചെയ്യും. അതെന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങളെ തൊട്ടിത്തരം പറഞ്ഞങ്ങ് കയറണ്ട. കുറെ ആയല്ലോ ഇത്തരം വീരവാദം. വിദേശത്തിരുന്നു കൊണ്ട് കുരയ്ക്കുന്നവളുമാർക്കും അവളുടെ പണം കണ്ടുകൊണ്ട് എനിക്ക് നേരെ കുരയ്ക്കുന്നവന്മാർക്കും ഉള്ള വാണിങ് കൃത്യം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഷെഫീനെ തരും, വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. ഇതുപോലെ ഇവിടെ വന്നിടത്ത് കുരയ്ക്കുന്നതാണെങ്കിലല്ല, വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ നിന്റെ വീട്ടുമുറ്റത്ത് ഞാൻ വന്നെത്തിയിരിക്കും. അതെന്റെ വാക്കാണ്. എന്നെ കൊണ്ട് അത് സാധിക്കുമോ ഇല്ലയോ എന്ന് നീ നോക്കി കണ്ടുകൊള്ളൂ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന ശേഷം അവരുടെ സൈബർ ഗുണ്ടകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ഒരു നിയമമാണ് 67 എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്ത് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ കേസെടുക്കാൻ പറ്റത്തില്ല. CMB ഇട്ടാണ് കേസെടുക്കേണ്ടി വരിക. പക്ഷേ ഒരു സാമ്പത്തിക ക്രമക്കേട് എൻ്റെ പേർക്ക് പറയുമ്പോൾ അതിന് തക്കതായ റീസൺ വെക്കണം. ഞാൻ ഡിനേ ചെയ്യണം? ഇല്ല, ഞാൻ ഡിനേ എവിടെയും ചെയ്തിട്ടില്ല. സെക്കൻഡ് തിങ്, ഇത് തന്ന കോണ്ടസ്റ്റ് എന്തിനാണ് ഇത് തന്നത് എന്നുള്ളത് അവർക്ക് അവിടെ പറയേണ്ടി വരും. അപ്പം ഞാൻ എൻ്റെ ചാറ്റ് ഹിസ്റ്ററി അവിടെ പ്രസന്റ് ചെയ്യും. തീർന്നു കഥ. ഞാൻ ഇത് കൊടുക്കില്ല എന്ന് വെച്ചാൽ
അവർക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സാധനം എൻ്റെ കയ്യിലുണ്ട് എവിഡൻസ് ആയിട്ട്. എന്തിന് ചെയ്തു, എവിടെ പോയപ്പോൾ ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു. ഇവരുടെ പേജുകൾ ഹാൻഡിൽ ചെയ്തത് എൻ്റെ മകനാണ്. അവനൊരു ടെക്നീഷ്യനാണ്. അവൻ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ ടൈം ലൈനിൽ തന്നെ അവൻ്റെ പരസ്യം ഇട്ടിട്ടുണ്ട്. അവൻ എല്ലാവരുടെയും സ്ട്രൈക്ക് മാറ്റി കൊടുക്കും, പേജ് ഹാൻഡിൽ ചെയ്യും, ചാനൽ ഹാൻഡിൽ ചെയ്യുന്നു. ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് ഫ്രീ ആണെന്നാണോ വിചാരം? ഫ്രീ? അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും വെച്ചിരിക്കുന്ന ഒന്നുമല്ല. അപ്പോൾ ഇത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇട്ടണം. അതും ഗോപിക ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഗോപികയാണ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത്, ചേച്ചി ഒരു മറുപടി പറയച്ചേ, എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗോപികയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. ഗോപിക എപ്പോൾ വിളിച്ചാലും എൻ്റെ അടുത്ത് പറയും, ചേച്ചി അവൾ എന്തൊക്കെ പറയണം, ചേച്ചി അവൾ എന്തൊക്കെ. എൻ്റെ പൊന്നു ഗോപികയെ, ഇന്നലെ വന്ന നിനക്ക് ഇത് മനസ്സിലാകത്തില്ല. ഞാനിത് ഒരു 4-5 വർഷമായിട്ട് അനുഭവിക്കുന്നതാണ് ഈ സൈബർ ബുള്ളിങ്. ഇതിനു മുമ്പ് ഒരു 1.5 ലക്ഷം രൂപ ആർക്കോ 2,70,000 രൂപ കണ്ട് ആർക്കാ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തനെ കൊണ്ട് വോയിസ് ഇടിപ്പിച്ചിട്ട് ഈ ബോട്ട് ഇതുപോലെ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അവനവൻ ചെയ്യുന്ന തെറ്റു മറയ്ക്കാൻ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കൃസംഗികളെ, നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ഒത്തുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞ് സദയം മാപ്പപേക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല മാന്യത. അല്ലാതെ നീയൊക്കെ എത്ര തുള്ളി കുതിച്ചാലും ഷെഫീനയുടെ ആശയം കൊണ്ട് എൻ്റെ ആശയത്തിനെ അടിക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റും, അവനവൻ്റെ അമ്മയെ വിളിക്കുന്ന, അവനവൻ്റെ മകളെ വിളിക്കുന്ന, അവനവനെ സ്വയം വിളിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ പറ്റും. അത് ഞാൻ നിർബാധം തന്നിരിക്കുന്നു. വിളിച്ചോളൂ, ധാരാളം വിളിച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ മുഖത്ത് ഈ കണ്ണാടി നോക്കിയല്ലേ പറയണത്, ഈ വീഡിയോയിൽ നോക്കിയല്ലേ പറയണത്. അവിടെ നോക്കി പറയുമ്പോഴത്തേക്ക് അത് കൃത്യമായി ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ട്. അട്ടിയാണോ വെട്ടിയാണോ? അതായതുകൊണ്ടാണല്ലോ ഈ കംപ്ലൈൻറ്റ് വന്നത്. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പവർ എന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് വാട്സപ്പ് ഉണ്ട്. ഈ വാട്സപ്പിൽ രാത്രി പാവാട പൊക്കി കളിയാണ് ഈ പ്രിൻസിയുടെ പരിപാടി. അവൾ പാവാട പൊക്കി കൊടുക്കും, അവ അവിടുന്ന് ഊരി കാണിച്ചു കൊടുക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാൻ പുറത്തു വന്നതാണ്. പിന്നെയാണ് ഞാൻ ഈ ചാറ്റ് ഹിസ്റ്ററി നോക്കുന്നത്. ചാറ്റ് ഹിസ്റ്ററി നോക്കിയപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു ഇവറ്റുകളുടെ ഉള്ളിലുള്ള പ്രശ്നം എന്താണെന്ന്. അപ്പോൾ കൃത്യമായില്ലേ, വ്യക്തമായില്ലേ? ഇതിൽ കൂടുതലൊരു എക്സ്പ്ലനേഷൻ തരാൻ എന്നെ കൊണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു. ഇനി തുടരും എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് തുടരും. ഡെയിലി ഇത് തന്നെയായിരിക്കും എൻ്റെ പരിപാടി. ഞാൻ വിടാൻ ഉദ്ദേശമില്ല. എന്ത് കാര്യം പറഞ്ഞിട്ടായാലും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തട്ട് താണ് തന്നെ ഇരിക്കും എന്നുള്ളതാണ് വസ്തുത. പിന്നെ മിസ്റ്റർ അന്ധഗായകനെ കാണാൻ അന്ധഗായകന്റെ ബാങ്കിലേക്ക് ഞാനൊരു വരവ് വരുന്നുണ്ട്. അന്ധഗായകൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അന്ധഗായകൻ ചെയ്ത കുറേ കുൽസിതങ്ങളും, അന്ധഗായകൻ ചെയ്തതും, അന്ധഗായകൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതും, അന്ധഗായകൻ എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അവിടുത്തെ മാനേജ്മെന്റിനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടി ഞാൻ ഡയറക്റ്റ് തരുന്നതായിരിക്കും. അതുപോലെ അപ്പോൾ അങ്ങനെ ഒരു മറുപടി അവിടുന്ന് പ്രതീക്ഷിക്കാം. ഈ മുള്ളിത്താത്ത എന്ന് അവൾ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചിരിക്കും. തെരുത്താത്തയിൽ നിന്ന് ഞാൻ മുള്ളിത്താത്തയിലേക്ക് പ്രൊമോട്ടർ ആയിട്ടുണ്ട് ഗൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. നീ നാളെ അങ്ങനെയല്ലേ വിളിക്കേണ്ട, ഞൊണ്ടി താത്താന്ന് വിളി. എനിക്കതാണ് ഇഷ്ടം. അത് നല്ല പേരല്ലേ, ഞൊണ്ടി താത്താന്ന് വിളി. അപ്പോഴല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ള ക്യാൻസർ എന്താണെന്ന് നാട്ടുകാർ അറിയുകയുള്ളൂ. ഇതിനൊക്കെ ചരട് വലിച്ചുകൊണ്ട് ബാക്കിലടിച്ചിരിക്കുന്നവൾക്ക് മനസ്സിലാകാൻ ആ കട്ടിൽ കിടക്കുന്നില്ലേ, അതുപോലൊരു കിടപ്പ് നീ കിടന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. കണ്ണുകളിൽ തീയാണ്, കണ്ണീരാണെന്ന് തെറ്റിദ്ധരി, തീയാണ്. ഈ തീയിൽ നീ ചുട്ടുപൊള്ളും. മനസ്സിലായോ? നീ അത്രത്തോളം ദ്രോഹം ചുറ്റും നടന്ന് ചെയ്യുന്നുണ്ട്. കൂടെ നിന്നവരെ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നീ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ബൈബർത്തിൽ എൻ്റെ കൂടെ ഉള്ളതെന്ന് അല്ല. എന്നെ ചെറുപ്രായത്തിൽ മനസ്സിലാക്കിയ, എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, ഇതേപോലെ അമ്മയെപ്പോലുള്ളവർ എൻ്റെ ഒപ്പം നിൽക്കുന്നിടത്ത് ഈ ചവറുപറക്കികൾ അല്പലാഭത്തിന് വേണ്ടി എൻ്റെ ഒപ്പം വന്നോളുമാരാണ് എൻ്റെ കൂടെ നിന്ന് നീ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിനക്ക് അവിടെയാണ് തെറ്റിയത്. നീ 1 കളിച്ചാൽ 10 ഞാൻ അങ്ങോട്ട് തിരിച്ചു കളിക്കും. അടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് നിന്നെ. ഇനിയും നിനക്ക് നാണമില്ലാതെ വല്ലവരുടെ ആസനം നക്കിക്കൊണ്ട് നടക്കുന്നവരെ ഒന്നും പറയാനില്ല. കൂടെ വേറൊരു വിഷയം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒറ്റ എക്സ്പ്ലനേഷൻ അങ്ങ് തീരുമല്ലോ. കൂടുതലുള്ള എക്സ്പ്ലനേഷൻ, വീണയും പിന്നെ റസീനയും തമ്മിലുള്ള വ്യത്യാസം എത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം തൻ്റെ ഭർത്താവിനെതിരെ വിവാഹമോചനത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ് തനൂജ. വീണ എന്ന് പറയുന്ന സ്ത്രീക്ക് നിവർത്തികേട് കൊണ്ടാണ് അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകേണ്ടി വന്നത്. അവർ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിലും അവിഹിതമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത ഒരു സ്ത്രീയാണ് തനൂജ. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഈ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്ത സ്ത്രീയാണ് തനൂജ. അങ്ങനെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് അവിടെ empty ആയി നിൽക്കുകയാണെങ്കിൽ അയാളെ വീണയ്ക്ക് വിവാഹം കഴിക്കാം. സുലേഖ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ സുലേഖ വിവാഹമോചനം കൊടുത്തിട്ടില്ല. സുലേഖ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സുലേഖ മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടില്ല. സുലേഖ യാതൊരു രീതിയിലൊരു മോശപ്പെട്ട സ്ത്രീയല്ല. പെരുമാതുറ പോയി ചോദിച്ചാൽ ഏറ്റവും നല്ല കുടുംബത്തിലെ പെണ്ണാണ് സുലേഖ.
അവരുടെ 3 കുട്ടികൾ, അതിൽ 2 പെൺകുട്ടികൾക്ക് നല്ല പേര് മാത്രമേ ആ നാട്ടുകാർക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ ഉപേക്ഷിക്കാതെ അവളെ വെച്ചുകൊണ്ട് അവിഹിതമാണ് നൗഷാദ് എന്ന് പറയുന്നവൻ റസീനയുമായി നടത്തിയത്. റസീനയെ പറ്റി പെരുമാതുറ പോയി അന്വേഷിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യം വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, പെരുമാതുറ പോയി ചോദിച്ചാൽ മതി. റസീന എന്ന് പറയുന്ന സ്ത്രീ ആദ്യ വിവാഹം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതിൽ നിന്ന് 2 കുട്ടികളെ ഉണ്ടാക്കി അവൻ കളഞ്ഞിട്ട് പോയി എന്ന് പറയുന്നു. രണ്ടാമതൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുട്ടിയെ രണ്ടാമതൊരുത്തിൻ്റെ കൂടെ പോയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നത്. എനിക്കറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ പേര് മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ അവൻ ഉപേക്ഷിച്ച് പോകുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വീട്ടുകാർ പോയി കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിനകത്താണ് താമസം. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള അവൾ ബക്കറ്റ് അതിനകത്ത് വെച്ച് തന്നെയാണ് പെടുക്കുന്നത്. എന്തിനാണെന്നറിയാം, പേടിച്ചിട്ടാണ്. പുറത്തിറങ്ങിയ നാട്ടുകാർ പിടിച്ചോണ്ട് പോകുമെന്നാണ് പറയുന്നത്. അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുത്തിയാണ് അത് നമ്മുടെ തലയെ കൊണ്ടുവച്ചത്. അത് അവളുടെ മാനസിക വലിപ്പം. എൻ്റെ തെറ്റ്, രാത്രി 3 മണിക്ക് വീട്ടിലേക്ക് പോവില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചതിൻ്റെ പേരിൽ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു എന്നുള്ളതാണ് എൻ്റെ തെറ്റ്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. വ്യഭിചരിച്ച് നടക്കുന്ന, അവിഹിതം കൊണ്ട് നടക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിയ റസീനയും വീണയും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ഇതോ ഒരിക്കലും മാറത്തില്ല. പിന്നെ തനൂജ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടതല്ല, എനിക്കൊരാൾ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ഷെഫീന പിന്നെ വീണയെ പറ്റി വളരെ നല്ലൊരു അഭിപ്രായമല്ല പറഞ്ഞ, മോശം അഭിപ്രായമാണെന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാൻ മോശം അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. തനൂജയെ പറ്റിയാണ് ഞാൻ മോശം അഭിപ്രായം കൂടുതൽ പറഞ്ഞത്. എന്നെ അവിടെ വിളിച്ചു വരുത്തി സുനിതയുടെ സാന്നിധ്യത്തിൽ വളരെ മോശമായി, വളരെ മ്ലേച്ഛമായി എന്നെ പിന്നീട് ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടെ നീ കാണിച്ച നാടകം എന്തെന്ന് എനിക്ക് സുനിതയ്ക്ക് മനസ്സിലായ സ്ഥിതിക്ക്, സുനിത എന്ന വ്യക്തി എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അവരെ നീ എങ്ങനെ നിർത്തിയിരിക്കുന്നോ അത്രയും വൃത്തികെട്ട നിനക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ വീണയെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീണ എവിടെയോ നിൽക്കേണ്ട സ്ത്രീയാണ്. അത്രയും ഡൗൺ ടു എർത്താണ് ആ പെണ്ണ്. അവൾ അനുഭവിച്ച വേദനയ്ക്കും അവളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെക്കാൻ ഞാൻ കാണിച്ച ഉത്സാഹത്തിനും ഒരമ്മയെയും മക്കളിൽ നിന്ന് പിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് തെളിവാണ് അവിടെ. അവൾ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും ശിവദാസനെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയതിനെതിരെ ഞാൻ നിൽക്കുകയും കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ശിവദാസനോടും ആ വീട്ടുകാരോടും മൊത്തത്തിൽ സംസാരിച്ച് ആ കുട്ടികളെയും അവളെയും യുണൈറ്റഡ് ആക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണയ്ക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണയുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും എനിക്ക് താല്പര്യമില്ല, ഞാൻ മിണ്ടാറുമില്ല. ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ കുഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സുമാണ്, അതിന് തർക്കമൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ നീ എന്നതൊരു വെറും മൃഗമാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ എന്ത് പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും പറയും. എൻ്റെ 2 മക്കൾ ഇന്നവരെ എൻ്റെ ഈ ശത്രുക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. അവരങ്ങനെ പറയില്ല. അവരങ്ങനെ പറഞ്ഞാൽ ഞാൻ വിലക്കും, ചെയ്യരുതെന്ന് പറയും. ഉമ്മിച്ച് ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. മക്കൾ അങ്ങനെ പറയരുതെന്നേ ഞാൻ വിലക്കുള്ളൂ. മക്കളെ കൊണ്ട് ഞാനത് പറയിക്കത്തില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ ഇവിടെ താഴെ കൊണ്ടുവന്നിട്ട് പൈപ്പിൽ നിന്ന് ലീക്കായ വെള്ളം കണ്ടിട്ട് ഷെഫീനെ പെടുക്കണയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം അവഹേളനമാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് എനിക്ക് വേണ്ടി വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തു നോക്കുക. എത്രത്തോളം മോശമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നതെന്ന് ഓർത്തു നോക്കുക. നാളെ കൂച്ചിച്ചി ആ കുട്ടി തെറി വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. കാരണം അവളെ കൊണ്ട് നടന്ന് നാട്ടുകാരെ തെറി വിളിക്കുന്ന വീഡിയോസ് ഇപ്പോഴും നെറ്റിൽ അവൈലബിളുമാണ്. ആകെ മൊത്തത്തിൽ ഇവറ്റകൾ എന്താണെന്ന് അവരവരുടെ ചെയ്ത്തികളിൽ തന്നെയുണ്ട്. ഈ ഒരു ഡിഫറൻഷിയേറ്റാണ് പിന്നെ റസീനയും വീണയും തമ്മിൽ ഞാൻ കണ്ടത്. ആ വിഷയമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നു. അപ്പോൾ അതങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ റസീന എന്ന സ്ത്രീ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുകയും മോഷ്ടിക്കപ്പെട്ട മുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ എനിക്ക് പേടിയാണ്, എൻ്റെ ഒപ്പം വരുമോ എന്ന് ചോദിച്ച് ഞാൻ കൂടെ പോവുകയും ചെയ്തതിന് ആ മോഷണ കേസ് കൊടുത്തവളെ ഞാനാണെന്ന് പറഞ്ഞ കള്ളികളെ മുന്താസ് കയ്യോടെ പിടിച്ചു. ഇത് കാണുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ, സ്ഥിരമായി കാണുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നത്, നിങ്ങൾക്ക് ഇത് പിടികിട്ടത്തില്ല. ഈ കയ്യോടെ പൊക്കുകയും അവർ പറഞ്ഞത് നുണയാണെന്ന് പൊതുസമൂഹത്തിന് വെളിവാവുകയും ചെയ്തപ്പോൾ ഞാൻ കൊടുത്തത് ഇവിടുത്തെ കോടതിയിലല്ല, ദൈവത്തിന്റെ കോടതിയിലാണ്. അവിടുന്ന് എനിക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ നീതി ഞാൻ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുക തന്നെ ചെയ്യും. കാരണം കാലം ഇതുവരെ എനിക്ക് അങ്ങനെ നീതി കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടട്ടെ. പക്ഷെ ചില വിഷയങ്ങളിൽ നമ്മൾ ഇറങ്ങും. അതിലാണ് 2 ആണുങ്ങൾ എനിക്കെതിരെ ചെയ്ത വീഡിയോയ്ക്കെതിരെ കർശനമായ നിയമ നടപടിയുമായി ഞാൻ മുൻപോട്ട് തന്നെ പോകും. വരും ദിവസങ്ങളിൽ അവരുടെ വീട്ടിന്റെ മുറ്റത്ത് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഷെഫീന ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഈ ഒരു സംഭാഷണവും എന്നെപ്പറ്റി എൻ്റെ ഫോട്ടോ വെച്ച് വിടി, ഞാൻ റിപ്പോർട്ട് കൊടുക്കൂല. അവളത് ചാനൽ ഡിലീറ്റ് ചെയ്യരുത്. നീ ഡിലീറ്റ് ചെയ്യരുത്. നീ ഡിലീറ്റ് ചെയ്താൽ നീ മനുഷ്യ സ്ത്രീ അല്ലടി, നീ അത് അവിടെ ഇട്ടേക്കണം. അതാണ് എൻ്റെ ആവശ്യം.
ഇതെനിക്ക് പോലീസിൻ്റെ അടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ മൊഴിയെടുത്ത ജഡ്ജമ്മ ഇത് കാണണം. ബിക്കോസ് അവരാണ് ഇത് കോംപ്രമൈസ് ആക്കുമെന്ന് എഴുതി കൊടുത്തത്. ആ കോംപ്രമൈസിന് ഇവർ അർഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവരിപ്പോൾ എനിക്കെതിരെ ഇട്ട ഈ വീഡിയോ. ഇത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ലെങ്തി വീഡിയോ ആയതിൽ സോറി. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ബട്ട് എന്നോട് ഒരുപാട് പേര് വന്നിട്ട് സമാധാനം പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം നിങ്ങളെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് പറയുന്നവർക്കെല്ലാം നന്ദി. ഒരുപാട് നവാസൊക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്ര തന്നെ, അത് മതി. എനിക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. കാരണം ഇതിന് കുറച്ച് ദിവസം, ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞ് ഈ 2 പെണ്ണുങ്ങളും കൂടെ ചേർന്ന് എൻ്റെ നേരെ വന്നത്. ഓർത്ത് നോക്ക്, ഞാൻ അതിനകത്ത് ഇല്ലാത്തൊരു കാര്യത്തിന് എന്നെ അതിനകത്ത് വലിച്ചിട്ടിട്ട് ഞാനാണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞ കള്ളികളാണ്. ഇപ്പൊ കിട്ടിയല്ലോ വയറ് നിറക്കെ അണ്ണാക്കിൽ. അപ്പോഴും സ്വന്തം ശരീരം ഞാൻ വീഡിയോ എടുത്തു എന്ന് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് അടുത്തതിറക്കി. അപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ എൻ്റെ മൊബൈലിൽ ഈ പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചത്. അതേസമയം റസീന ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, രാത്രി തുണിയില്ലാതെ ഉറങ്ങുന്ന എൻ്റെ വീഡിയോ അവൾ എടുത്തിട്ടുണ്ട്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, തെളിവ് വെച്ചാൽ സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോ അവൾ എടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ പോയിട്ടില്ല. ആവശ്യമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം. എല്ലാവർക്കുമുള്ള ശരീരഭാഗങ്ങൾ തന്നെയാണ് എനിക്കുമുള്ളത്. തഴപ്പോ മുഴപ്പോ ഒത്തിരി കൂടുമെന്നുള്ളതിനപ്പുറം ഈ ശരീരഭാഗങ്ങൾ കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെങ്കിൽ അവൻ്റെ അമ്മയെ ഓർത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. കാരണം ഒത്തിരി പേരിലേക്ക് ഇത് എത്താറുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പുറത്ത് നിൽക്കുന്ന അന്തങ്ങളുടെ അടുത്താണ് ഇപ്പുറത്തോട്ട് വരരുത്. ഞാൻ പച്ച തെറി വിളിക്കും. അതിനകത്ത് എനിക്ക് കമൻറ്റ് തെറി വിളിക്കാം. കാരണം കമൻ്റ് ഒന്നും ആരും അങ്ങനെ നമ്മുടെ ഈ അധികാരികൾ എടുത്തു വെച്ച് നോക്കത്തില്ല. അത് പ്രശ്നമില്ല. പക്ഷേ വീഡിയോയിൽ കൂടെ നമ്മളത് പറയുമ്പോൾ മോശമാണ്. അതിൻ്റെ അധികാരികളുടെ അടുത്താണ്. ചില സമയങ്ങളിൽ നമ്മൾ ശത്രുക്കൾക്ക് ചെറിയ മറുപടി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കയറി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.